വേടൻ എന്ന് പറയുന്ന ഗായകൻ മലയാളത്തിൻ്റെ നേരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്നത്തെ യുവതയുടെ ആശയും ആവേശവുമായ മലയാളത്തിൻ്റെ ബോബ് മെർലി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന അറിയപ്പെടുന്ന ഗായകനാണ്. ആ ഗായകനെ നമുക്കറിയാം സ്മോൾ ക്വാണ്ടിറ്റി ഗഞ്ചാവുമായിട്ട് പിടികൂടിയ സംഭവവും നമുക്കറിയാം. അപ്പോൾ പ്രധാനമായ ഒരു കാര്യം ലെറ്റ് ജസ്റ്റിസ് ബി ഡൺ ദോ ഹെവൻ ഷുഡ് ഫാൾ എന്നുള്ളതാണ്. ആകാശം ഇടിഞ്ഞു വീണാലും നീതിയും നിയമവും നടപ്പാക്കണം. പക്ഷേ ഞാൻ ആ പക്ഷേക്ക് അടിവരയിടാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്മോൾ ക്വാണ്ടിറ്റിയാണ് പൊസസ് ചെയ്തത്. സ്മോൾ ക്വാണ്ടിറ്റി പൊസസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബെയിലബിൾ ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടതാണ്, വിടാനേ കഴിയുകയുള്ളൂ. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയിൽ പുലിപ്പല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അന്ന് തന്നെ ആ കേസിലെ ഈ പറയുന്ന കഞ്ചാവുമായി പിടിച്ച ആളിനെ സ്റ്റേഷൻ ജാമ്യം വിട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ നാടകീയമായി ഈ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? കേരളത്തിലെ സബോർഡിനേറ്റ് ജുഡീഷ്യറി ശക്തമായ നിലപാടെടുത്തു. ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആ കേസിൽ അദ്ദേഹത്തെ വീണ്ടും റിമാൻഡ് ചെയ്യണമെന്നായിരുന്നു ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട്. ജാമ്യം നൽകരുതെന്നായിരുന്നു ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട്. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രൈമ ഫേസി നിലനിൽക്കാത്ത ഒരു കേസാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരട്ട നീതി എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1950 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനാ ശില്പിയായ ഭീമാറാവ് അംബേദ്കർ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിനെ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 14 എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അത് വളരെ ലിഖിതമായ നമ്മുടെ എല്ലാ നിയമങ്ങളുടെയും അമ്മയായ ഇന്ത്യൻ ഭരണഘടന വളരെ പ്രധാനമായി പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും അത് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ഇത്രയേറെ നാൾ കഴിഞ്ഞിട്ടും പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളത് വളരെ വേദനയുള്ള ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വേടൻ്റെ കേസ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു എന്തിത്ര തിടുക്കം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സിംഗർ അദ്ദേഹത്തെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ ഒരു ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അങ്ങനെ ബെയിലബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പുലിപ്പല്ല് കിട്ടി. ആ പുലിപ്പല്ലാണെന്ന് പോലും അസർട്ടൈൻ ചെയ്യാതെ അതിന് സാങ്കേതികമായി പരിശോധന നടത്തണ്ടേ? അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയുക, ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന മന്ത്രി അല്ലെങ്കിൽ ഒരു കേന്ദ്ര നേതാവ് ഒരു പബ്ലിക് ഫംഗ്ഷനിൽ ഒരു മാല ഇട്ട് കൊണ്ടുവന്നാൽ ആരെങ്കിലും ആ മാല ഇന്ന പുലിയുടെ തോല് കൊണ്ടുണ്ടാക്കിയതാണ് അതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ, പുലിയുടെ നഖമാണ് എന്ന് പറയുകയാണെങ്കിൽ, പുലിപ്പല്ലാണ് എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം, ആ മൊഴി മാത്രം വിശ്വസിച്ചുകൊണ്ട് ആണോ ഒരു കേസെടുക്കാം? പക്ഷേ ആ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട മാനദണ്ഡങ്ങളില്ലേ? ആ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്താതെ ഇത്ര ധൃതി പിടിച്ച് ഈ വേടനെ എന്തിനു വേണ്ടിയായിരുന്നു അറസ്റ്റ് ചെയ്തത്, എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു അറസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നാണ് അദ്ദേഹം പറയുന്നത് ഫോറസ്റ്റ് വകുപ്പ് ചെയ്തത്. പ്രിയദർശൻ തമ്പി, ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അല്ല, അത് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നത് വലിയ തോതിൽ നമുക്കറിയാം. ഇപ്പോൾ പഴയ കാലമല്ല, ഈ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടി നമ്മുടെ ആസ്വാദകരുടെ ആയാലും ശരി, നമ്മുടെ ജനങ്ങളുടെ ആയാലും ശരി, എല്ലാം അറിയാനുള്ള അവകാശം വളരെ കൂടിയിരിക്കുന്ന ഒരു കാലമാണിത്. കാരണം എവിടെയെങ്കിലും കേരളത്തിൻ്റെ നുക്ക് ആൻഡ് കോർണറിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം അപ്പോൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് കേരളത്തിലെ വിവിധങ്ങളായ ദൃശ്യമാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ വേടൻ്റെ ഈ ഇഷ്യൂ ഒക്കെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കാരിൽ എത്തുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ അതിനെതിരെയുള്ള പ്രതികരണം അങ്ങ് എന്താ പറയുക, സീമാതീതമായി അലയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സമസ്ത മേഖലകളിൽ നിന്നും കണ്ടത്. അതിനകത്ത് മറ്റ് യാതൊരു പരിഗണനയുമില്ലാതെ തന്നെ വേടനെ പോലെ ഒരാളിനെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ജനങ്ങളുടെ ആകെ പ്രതികരണം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഈ രണ്ടാമത്തെ കേസിൽ ഇത്ര ധൃതി കാണിച്ച് ഈ പറയുന്ന വനം വകുപ്പ് ഇത്ര ധൃതി കാണിച്ച് അയാളെ
അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ആദ്യത്തെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി എടുത്ത ആ കേസിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് രണ്ടാമത്തെ കേസ് വന്ന് ഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആദ്യത്തെ കേസിൽ അയാൾ ചെയ്തത് ശരിയായില്ല, യാതൊരു സംശയവുമില്ല. എന്നാൽ ആ കേസിന്റെ ഉദ്ദേശശുദ്ധിയെ പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ടാമത്തെ കേസ് വനംവകുപ്പ് രജിസ്റ്റർ ചെയ്തതോടുകൂടി എന്നാണ് എൻ്റെ അഭിപ്രായം.